പാവമാണ്. ഒരുപാട് പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കി ഈ ബന്ധം നടക്കില്ലെന്ന്. പക്ഷേ ആ ബുദ്ധൂസിന് പറഞ്ഞ തലയിൽ കയറേണ്ടേ? എങ്ങനെയെങ്കിലും എല്ലാം ഒന്ന് ശരിയാക്കി വരുമ്പോൾ അവളുടെ അമ്മ വീണ്ടും അവളോട് എന്നെപ്പറ്റി ഓതിക്കൊടുക്കും. അഗ്നി നിസ്സഹായനായി പറഞ്ഞുകൊണ്ട് തലയിൽ കൈവച്ചു. സാറിനെന്ന നാട്ടിലേക്ക്? രവീന്ദ്രൻ തിരക്കി. അടുത്ത് തന്നെ പോകണം. പോയിക്കഴിഞ്ഞാൽ വർഷയുമായി വിവാഹം നടത്തേണ്ടി വരും. ആ ഒരൊറ്റ കാരണം കൊണ്ടാണ് ഞാൻ തറവാട്ടിലേക്ക് പോകാത്തത്. പെങ്ങന്മാരെ മറ്റൊരു കണ്ണിലൂടെ ഇതുവരെ കണ്ടിട്ടില്ല, ഇനി കാണാനും പോകുന്നില്ല. അഗ്നി നിസ്സഹായതയോടെ പറഞ്ഞു. എങ്കിൽ വർഷ മേഡത്തിനോട് സാറിന് കാര്യം നല്ല രീതിയിൽ അവതരിപ്പിച്ചുകൂടെ? ഒരുപാട് പറഞ്ഞതാണ് എനിക്ക് നീയൊന്നും ഒരു പെങ്ങൾ മാത്രമാണെന്ന്. പിന്നെയും അവളെന്നെ ആഗ്രഹിക്കുമ്പോൾ എനിക്ക് വല്ലാത്ത ഭയം തോന്നുകയാണ്. ഒരുപക്ഷെ അവളെ ഞാൻ വിവാഹം കഴിച്ചേനെ, എൻ്റെ പെങ്ങളായിരുന്നില്ല എങ്കിൽ. അഗ്നി പറഞ്ഞുകൊണ്ട് സോഫയിലേക്കിരുന്നു. അല്ല, ആ പെൺകുട്ടിക്കുള്ള എല്ലാ കാര്യങ്ങളും ഫ്ലാറ്റിൽ എത്തിച്ചു കൊടുത്തോ? അതെ സാർ, എല്ലാം 1 മണിക്കൂറിനുള്ളിൽ തന്നെ സെറ്റ് ചെയ്തു ഫ്ലാറ്റിൽ എത്തിച്ചു കൊടുത്തിട്ടുണ്ട്. എന്താവശ്യമുണ്ടെങ്കിലും അവൾക്ക് ചെയ്തു കൊടുത്തേക്കണം. അതിൽ യാതൊരു ഫോൾട്ടും സംഭവിക്കരുത്. പിന്നെ ഒരു കാര്യം, അവളെ പറ്റിയുള്ള എല്ലാ ഡീറ്റെയിൽസും എനിക്ക് വേണം. നാട്, പേര്, അച്ഛൻ, അമ്മ, വിദ്യാഭ്യാസം, അങ്ങനെ തുടങ്ങിയ അവളെ സംബന്ധിച്ചെടുത്ത എല്ലാ കാര്യങ്ങളും. ശരി, നാളെ രാവിലെ റിപ്പോർട്ട് മെയിൽ ചെയ്യാം. അതും പറഞ്ഞുകൊണ്ട് രവീന്ദ്രൻ റൂമിന് പുറത്തേക്ക് പോയി. നേരം ഒരുപാടായി. രാത്രി 12 മണിയോടെ അടുത്തു. അത്രയും വലിയൊരു ഫ്ലാറ്റിൽ ഒറ്റയ്ക്ക് താമസിക്കാൻ ജ്വാലക്കെന്തോ വല്ലാത്ത ഭയം തോന്നി. ഇടയ്ക്കിടെ അവൾ എഴുന്നേറ്റ് നടന്നു. ഇതെല്ലാം ലാപ്ടോപ്പിലൂടെ അഗ്നി കാണുന്നുണ്ടായിരുന്നു. ജ്വാല നേരെ പൂജാമുറിയിലേക്ക് കയറി അല്പനേരം അവിടെ ഇരുന്നു പ്രാർത്ഥിച്ചു. സാധനങ്ങൾ കൊണ്ടുവന്ന കൂട്ടത്തിലെ അമ്മയുടെ സാരിയും ആഭരണങ്ങളും അവൾ പൂജാമുറിയിലേക്ക് വെച്ചു. അവൾ എഴുന്നേറ്റ് നടക്കുന്നത് കണ്ട് അഗ്നിക്ക് മനസ്സിലായി അവൾക്ക് പേടിയുണ്ട് എന്ന്. ഏകദേശം 3 മണിവരെ അത് ആവർത്തിച്ചു കൊണ്ടിരുന്നു. 4 മണിയോടെ അവളെ പറ്റിയുള്ള ഡീറ്റെയിൽസ് എല്ലാം മെയിലായി അഗ്നിയുടെ ലാപ്ടോപ്പിലേക്ക് എത്തി. അവൻ ലാപ്പ് തുറന്നുകൊണ്ട് അതെല്ലാം വീക്ഷിച്ചു. ജ്വാല. അവന്റെ ചുണ്ടുകൾ ആ പേരിനെ മന്ത്രിച്ചു. പേരിൽ തീ ജ്വലിക്കുമെങ്കിലും നിന്റെ സ്വഭാവത്തിൽ ആ ശക്തി ഇല്ലല്ലോ പെണ്ണെ. അപ്പോ ശേഖരനാണച്ഛൻ. അമ്മ മരണപ്പെട്ടിരിക്കുന്നു. വെറുതെയല്ല ആ പാവത്തോട് ആ നശിച്ച സ്ത്രീ ഇങ്ങനെയെല്ലാം ചെയ്തത്. അഗ്നി കോപത്തോടെ കൈകൾ മേശമേൽ അടിച്ചു. അവളെപ്പറ്റി എല്ലാം അറിഞ്ഞതും അവന് വല്ലാത്തൊരു സഹതാപം തോന്നി. പിറ്റേന്ന് രാവിലെ ഒരു ഞായറാഴ്ചയായിരുന്നു. അതുകൊണ്ട് തന്നെ അഗ്നിക്കന്ന് ഓഫീസിൽ പോകേണ്ടതില്ലായിരുന്നു. രാത്രിയിലെ ഉറക്കമെല്ലാം അവൻ പകൽ തീർത്തു. ഇതേ സമയം ഫ്ലാറ്റിന്റെ റൂമിൽ. രാത്രിയിലെ ഉറക്കമെല്ലാം പകൽ വെളിച്ചത്തിൽ ഭയമില്ലാതെ തീർക്കുകയാണ് ജ്വാല. ഒരുപാട് കാലത്തിന് ശേഷം സമാധാനമായുള്ള ഒരു ഉറക്കമായിരുന്നു അത്. അതവൾ നന്നായി ആസ്വദിക്കുകയും ചെയ്തു. നേരമൽപ്പം കഴിഞ്ഞതും വയറിലെ വിശപ്പിന്റെ വിളി കാരണം അവൾക്ക് പിന്നീട് ഉറങ്ങാൻ കഴിഞ്ഞില്ല. അവൾ എഴുന്നേറ്റ് കൊണ്ട് കിച്ചണിലേക്ക് നടന്നു. ചോറും സാമ്പാറും മാത്രം കഴിച്ചു നടന്നവൾ ആ കിച്ചണിലെത്തിയ സാധനങ്ങൾ കണ്ട് അമ്പരന്നു. താൻ കഴിക്കാൻ ആഗ്രഹിച്ചതും അത്രമേൽ ഇഷ്ടപ്പെട്ട വിഭവങ്ങളും അടുക്കളയിലുണ്ടായിരുന്നു. കുഞ്ഞിലെ തൊട്ട് പാചകത്തിനോട് വലിയ താല്പര്യമായിരുന്നു അവൾക്ക്. അതുകൊണ്ട് തന്നെ ആ സാധനങ്ങൾ കൊണ്ട് അവൾക്ക് എന്തൊക്കെ ഉണ്ടാക്കണം, എന്തെല്ലാം ചെയ്യണമെന്നുള്ള ഐഡിയകൾ ഉണ്ടായിരുന്നു. എന്നാൽ അതിൽ പലതും അവൾ കണ്ടിട്ടില്ലാത്തതുമായിരുന്നു. ആദ്യമായി ആരെയും ഭയക്കാതെ അവൾ കയ്യിൽ പച്ചക്കറികൾ എടുത്തു. വീട്ടിലായിരിക്കുമ്പോൾ ചെറിയമ്മയുടെ ഭരണം കാരണം ഒന്നും കാര്യമായി കഴിക്കാനോ കാണാനോ പറ്റിയിരുന്നില്ല. എല്ലാത്തിനും അവൾക്ക് ആ വീട്ടിൽ ഒരു പരിധി ഉണ്ടായിരുന്നു. അവൾക്ക് മാത്രമുള്ള ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ട് അവൾ നേരെ ഹാളിലേക്ക് വന്നു. ഹാളിലെത്തി അവൾ TV ഓൺ ചെയ്ത് ആഹാരം കഴിക്കാൻ തുടങ്ങി. അന്നത്തെ ദിവസം ടി വി കണ്ടും ബുക്കുകൾ വായിച്ചും തട്ടിയും മുട്ടിയും പോയി. ഇങ്ങനെ ഒരാളുടെ ചെലവിൽ എത്രയെന്ന് വെച്ചാൽ ജീവിക്കുക? ഞാനും എന്തേലും ജോലി കണ്ടെത്തേണ്ടേ? അദ്ദേഹം പറഞ്ഞതുപോലെ എനിക്ക് ഇഷ്ടമുള്ളിടത്തോളം ഇവിടെ ജീവിക്കാം. പക്ഷേ അത് അദ്ദേഹത്തിനൊരു ബുദ്ധിമുട്ടാവരുത്. എങ്ങനെയെങ്കിലും ഒരു ചെറിയ ജോലി കണ്ടെത്തി ഈ ഫ്ലാറ്റിൽ നിന്നും മാറി ചെറിയൊരു മുറിയെടുത്ത് താമസിക്കണം, അവൾ മനസ്സിൽ ഉറപ്പിച്ചു. പക്ഷേ എൻ്റെ സർട്ടിഫിക്കറ്റ് വീട്ടിലാണല്ലോ, ഞാനെങ്ങനെ ഒരു ജോലിക്ക് അപ്ലൈ ചെയ്യും? ജ്വാല നിസ്സഹായതയുടെ തലയിൽ കൈവച്ചുകൊണ്ടിരുന്നു. അല്പനേരം കഴിഞ്ഞതും കോളിംഗ് ബെൽ മുഴങ്ങി. ജ്വാല വാതിൽ തുറന്നു. രവീന്ദ്രനായിരുന്നു അത്. എന്നാൽ അവൾക്ക് അതാരാണെന്ന് മനസ്സിലായില്ല. മാഡം, ഞാൻ ഇന്നലെ സാറിൻ്റെ കൂടെ വന്ന ആളാണ്. ഭയത്തോടെയാണെങ്കിലും അവൾ ആ പറഞ്ഞത് വിശ്വസിച്ചു. മാഡത്തിനെ കൂട്ടി മാഡത്തിൻ്റെ വീട്ടിലേക്ക് പോകാനാണ് ഞാൻ വന്നത്. രവീന്ദ്രൻ അത് പറഞ്ഞതും സംശയത്തോടെ അവൾ രവീന്ദ്രനെ നോക്കി. മാഡം പേടിക്കണ്ട, മാഡത്തിൻ്റെ സാധനങ്ങൾ എടുത്തിട്ട് തിരികെ ഇങ്ങോട്ടേക്ക് തന്നെ വരാം. എങ്കിലും അവൾക്ക് ആ വന്ന ആളെ അത്ര വിശ്വാസമായില്ല. അവളുടെ മുഖത്തെ ഭയം കണ്ടെന്നോണം രവീന്ദ്രൻ ഫോൺ എടുത്ത് അഗ്നിയെ കോൾ ചെയ്തു. ഹലോ സാർ. ഹലോ രവീന്ദ്രൻ, എന്തു പറ്റി? അവളെ കൂട്ടി പോയില്ലേ? അതല്ല സാർ, മാം വരാൻ ഒരു ഭയം കാണിക്കുന്നുണ്ട്. ശരി, അവൾക്ക് ഫോൺ കൊടുക്ക്. ഹലോ. മറുതലക്കൽ അവൻ്റെ ശബ്ദം കേട്ടതും അവൾക്ക് ഒരാശ്വാസം തോന്നി. ഹലോ സാർ, ജ്വാല വിളിച്ചു. സാറെന്നൊന്നും വിളിക്കണ്ട, എനിക്ക് അതിഷ്ടമല്ല. ശരി.
ഇയാളുടെ വല്ല സാധനങ്ങളും വീട്ടിൽ നിന്നും എടുക്കാനുണ്ടെങ്കിൽ രവീന്ദ്രന്റെ കൂടെ ധൈര്യമായി പോയി വരൂ. അത് പിന്നെ എനിക്ക് പേടിയുണ്ട്. എന്തിന്? വീട്ടിലെത്തിയ എന്നെ തിരികെ അയച്ചില്ലെങ്കിലോ? അങ്ങനെയൊന്നും ഉണ്ടാവില്ല. താൻ ധൈര്യമായി പോയി വരൂ. അവന്റെ വാക്കുകൾ കേട്ടപ്പോൾ അവൾക്കൊരു ആശ്വാസം തോന്നി. ഫോൺ കട്ട് ചെയ്തതും അവൾ രവീന്ദ്രനെ നോക്കി പറഞ്ഞു, ഏട്ടനകത്തേക്ക് വാ. അവളുടെ സൗമ്യമായ സംസാരം കേട്ടതും രവീന്ദ്രൻ ചിരിയോടെ അകത്തേക്കിരുന്നു. രവീന്ദ്രൻ സോഫയിലേക്ക് ഇരുന്നതും ജ്വാല അടുക്കളയിൽ പോയി ജ്യൂസ് എടുത്ത് രവീന്ദ്രന് നൽകി. അയ്യോ മേഡം, ഇതൊന്നും വേണ്ട. അതിഥി ദേവോ ഭവ എന്നാണ്. നിങ്ങൾ കഴിക്ക്, അപ്പോഴേക്കും ഞാനൊരുങ്ങി വരാം. ചിരിയോടെ അവൾ പറയുന്നത് കേട്ട് രവീന്ദ്രനും ഒന്ന് ചിരിച്ചു. അകത്തേക്ക് പോയ ജ്വാല അല്പനേരത്തിനുള്ളിൽ തന്നെ ഒരുങ്ങി വന്നു. പോവാം മേഡം, പോവാം. പക്ഷേ ഈ മേഡം വിളി വേണ്ട കേട്ടോ, അവൾ പറഞ്ഞു. ശരി പെങ്ങളെ, രവീന്ദ്രൻ കളിയാക്കി പറഞ്ഞു. എന്തിനാ ഇത്ര ബുദ്ധിമുട്ടുന്നത്? ജ്വാല എന്ന് വിളിച്ചോളൂ. അത് വേണ്ട, ഞങ്ങളുടെ ബോസിന്റെ വൈഫിനെ പേര് വിളിക്കാനൊന്നും പറ്റില്ല. ബോസ്? ആ വാക്ക് അവളുടെ കാതിൽ അലയടിച്ചു. കാറിൽ കയറിയതും അവൾ രവീന്ദ്രനെ നോക്കി ചോദിച്ചു, ആരായി ബോസ്? രവീന്ദ്രൻ ചിരിച്ചുകൊണ്ട് ജ്വാലയെ നോക്കി. അതൊക്കെ സമയമാകുമ്പോൾ സാറ് പറഞ്ഞോളും. അത് പറയാനുള്ള അവകാശമൊന്നും എനിക്കില്ല കുട്ടി. സാററിയില്ല, ഇയാൾ പറ. രവീന്ദ്രൻ കാറിന്റെ മുന്നിലേക്ക് നോക്കിക്കൊണ്ട് അവളെ നോക്കി. ദേ ഈ ഇരിക്കുന്ന സാധനമില്ലേ, അങ്ങിരിക്കുന്ന സാറിന് കേൾക്കാൻ പറ്റും നമ്മൾ എന്താ ചെയ്യുന്നേ സംസാരിക്കുന്നേ എന്നൊക്കെ. അതുകൊണ്ട് ഞാനായിട്ടൊന്നും പറയുന്നില്ല. കുറച്ച് കാത്തിരിക്കേ. അല്ല, വീട്ടിൽ പോയിട്ട് എടുക്കാനുള്ളതൊക്കെ ഓർമ്മയിൽ വെച്ചോളൂ. ഇനി തിരക്ക് പിടിച്ച് പലതും മറക്കണ്ട. ഇല്ല, എനിക്കെൻ്റെ കുറച്ച് സർട്ടിഫിക്കറ്റ് എടുക്കാനുള്ളൂ, വേറെ ഒന്നുമില്ല. വേറെ ഒന്നും ആ വീട്ടിൽ തനിക്ക് എടുക്കാനില്ലേ? അങ്ങനെ എൻ്റേതെന്ന് പ്രിയപ്പെട്ട ഒന്നും അവിടെയില്ല. രവീന്ദ്രൻ നിസ്സഹായതയോടെ ഒന്ന് മൂളി. അധികം വൈകാതെ കാർ ജ്വാലയുടെ വീടിന് മുന്നിലെത്തി. ഉമ്മറത്തിരിക്കുന്ന അച്ഛൻ ശേഖരൻ കാറ് കണ്ടതും അതിശയത്തോടെ നോക്കി. അതിൽ നിന്നും ഇറങ്ങുന്ന തൻ്റെ മകളെ കണ്ടതും അദ്ദേഹം അമ്പരന്നുപോയി. ഉമ്മറത്ത് കാർ വന്നു നിന്നതും പത്മ പുറത്തേക്ക് വന്നു. ജ്വാലയെ കണ്ടതും പത്മ ദേഷ്യത്തോടെ അകത്തേക്ക് കയറിപ്പോയി. അച്ഛനെ കടന്ന് അകത്തേക്ക് പോയ ജ്വാല ഹാളിൽ ദേഷ്യത്തോടെ ഇരിക്കുന്ന പത്മയെയാണ് കണ്ടത്. എന്തിനാടി നശിച്ചവളെ കെട്ടി എഴുന്നള്ളി വന്നത്? നിന്റെ ആരിയ്ക്കുന്നടി ഇവിടെ? ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വന്നതല്ല. ജ്വാല പറയുന്നത് കേട്ടതും പത്മ ദേഷ്യത്തോടെ എഴുന്നേറ്റ് അവൾക്കരികിലേക്ക് പാഞ്ഞെടുത്തു. ഒറ്റ ദിവസം കൊണ്ട് ഞാഞ്ഞൂലിനും പത്തിയോ? അതും പറഞ്ഞുകൊണ്ട് പത്മ അവളുടെ മുടിക്കുത്തിന് പിടിച്ചുകൊണ്ട് ഉമ്മറത്തേക്ക് വലിച്ചിട്ടു. ഉമ്മറത്തേക്ക് വന്നതും പത്മയുടെ കൈകൾ വിറയോടെ അവളുടെ മുടിക്കുത്തിൽ നിന്നും പിന്നോട്ടാഞ്ഞു. മേഡം നിങ്ങളുടെ അടുത്തേക്ക് വന്നതല്ല, അതുകൊണ്ട് ഇതുപോലുള്ള കയ്യേറ്റമൊന്നും വേണ്ട. രവീന്ദ്രൻ തോക്ക് കയ്യിൽ വെച്ച് അമ്മാനം ആടിക്കൊണ്ട് പറഞ്ഞു. തോക്ക് കണ്ടതും പത്മ ഒന്ന് ഭയന്നു. മോനെ, ഞങ്ങൾ നിങ്ങളോട് എന്ത് ദ്രോഹം ചെയ്തിട്ടാ ഇങ്ങനെയൊക്കെ? ശരി, നിങ്ങൾ ഇവളെ കൊണ്ട് പോയിക്കോ. പകരം ഞങ്ങളുടെ കടം തീർക്കാനുള്ള പണം തന്നൂടെ? അത് പറഞ്ഞുകൊണ്ട് പത്മ രവീന്ദ്രന്റെ മുന്നിൽ കൈകൂപ്പി. അതൊക്കെ നമുക്ക് സംസാരിക്കാം. ഇപ്പൊ മേഡം വന്ന കാര്യം ആദ്യം നടക്കട്ടെ. അതും പറഞ്ഞുകൊണ്ട് രവീന്ദ്രൻ ജ്വാലയ്ക്ക് പിന്നിലായി നടന്നു. തോക്ക് കണ്ട ഭയത്തിൽ എന്ത് ചെയ്യണമെന്നറിയാത്ത പത്മ പതറി നിന്നു. ജ്വാല അവൾക്ക് വേണ്ട പേപ്പേഴ്സ് എല്ലാം എടുത്ത് റൂമിന് വെളിയിലേക്ക് വന്നു. വെളിയിൽ വന്നതും അവളെ തന്നെ രൂക്ഷമായി നോക്കി നിൽക്കുന്ന ദീപ്തയെ കണ്ടവൾ അവൾക്കരികിലേക്ക് വന്നു. ചേച്ചിയാണ് പോലും ചേച്ചി. നിനക്കിപ്പോൾ സമാധാനമായില്ലേ എൻ്റെ ജീവിതം തുലച്ചപ്പോൾ? ഞാൻ എപ്പോഴാ ദീപ്ത നിന്റെ ചേച്ചിയായിട്ടുള്ളത്? നീ എപ്പോഴാ എന്നെ ചേച്ചിയായിട്ട് കണ്ടിട്ടുള്ളത്? ജ്വാല നിറമിഴികളോടെ തിരക്കി. അതിന് മറുപടി പറയാൻ ദീപ്തയ്ക്ക് ആവുന്നില്ലായിരുന്നു. എന്തൊക്കെ പറഞ്ഞാലും നീ ചെയ്തത് നന്ദിയില്ലാത്ത പരിപാടി തന്നെയാണ്. എന്ത് നന്ദിയില്ലെന്നാ മോളെ നീ പറയുന്നത്? മതി, നിന്റെ പ്രഹസനമൊന്നും വേണ്ട. എന്താ നീ പറയുന്നേ? ഞാൻ എന്താ നിന്നോട് ചെയ്തേ? നിനക്കെന്നെ ഇഷ്ടമാണെങ്കിൽ നീ എവിടെന്നെങ്കിലും 15 ലക്ഷം ഉണ്ടാക്കി അച്ഛൻ്റെ കടങ്ങൾ വീട്ടാനായി കൊടുക്ക്. ഇല്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കും നിനക്ക് ഞങ്ങളെ ആരും ഇഷ്ടമല്ല എന്ന്. മോളെ, ഞാൻ ഇവിടുന്ന് 15 ലക്ഷമൊക്കെ ഉണ്ടാക്കി തരുന്നത് നിനക്കിപ്പോൾ എളുപ്പമാണ്. നിന്റെ ഭർത്താവിനോട് ചോദിച്ചാൽ എത്ര വേണമെങ്കിലും കിട്ടും. ഇല്ല മോളെ, അത് നടക്കില്ല. അങ്ങനെ കടം കിട്ടാനുള്ള പൈസ മറ്റൊരുത്തൻ്റെ കയ്യിൽ നിന്നും വാങ്ങിത്തരാനൊന്നും ഈ ചേച്ചിക്കാവില്ല. അറിയാമടി, നിന്റെ ഈ സ്നേഹം വെറും അഭിനയമാണെന്ന്. എന്തൊക്കെ പറഞ്ഞാലും മോളെ, നീ ചോദിച്ചത് ഒരു ചെറിയ തുകയല്ല. 15 ലക്ഷം എന്നൊക്കെ പറഞ്ഞാൽ എവിടെ നിന്ന് ഉണ്ടാക്കാനാണ്? നിന്റെ കെട്ടിയോനെ കണ്ടാ അറിയാം പൂത്ത കാശുള്ള കൂട്ടത്തിലാണെന്ന്. അവനോട് ചെന്ന് ചോദിക്കേ. അത് പറഞ്ഞ് മുഴുവനാക്കും മുൻപേ ജ്വാല തിരിഞ്ഞു നടന്നു. ഇപ്പം മനസ്സിലായി നിന്റെ ഉള്ളിൽ ഞങ്ങൾ ആരുമില്ല എന്ന്. നമുക്ക് എൻ്റെ മനസ്സിലൊരു സ്ഥാനമുണ്ട് മോളെ. പക്ഷേ ഇത്രയും പണം തന്നുകൊണ്ട് എനിക്കത് നിന്നെ അറിയിക്കേണ്ട ആവശ്യമില്ല. നിക്കടി അവിടെ. പത്മ ജ്വാലയുടെ കയ്യിൽ ആഞ്ഞു പിടിച്ചു. എൻ്റെ മോള് പറഞ്ഞതിൽ എന്താ തെറ്റുള്ളത്? നിന്നെക്കൊണ്ട് പറ്റും ഒരു 15 ലക്ഷമൊക്കെ തരാൻ. സ്വന്തം അച്ഛൻ കടക്കണിയിലാണെന്ന് അറിഞ്ഞുകൊണ്ട് ഭർത്താവിൻ്റെ കയ്യിൽ നിന്നും പണം വാങ്ങുന്നത് മോശമൊന്നുമല്ല. അമ്മയ്ക്ക് അങ്ങനെയായിരിക്കും, പക്ഷേ എനിക്ക് അങ്ങനെയല്ല.
നശിച്ചവളെ, ആ പണം കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ എൻ്റെ മോളെ വിവാഹം കഴിപ്പിച്ച് കൊടുക്കേണ്ടി വരും. ഒരു ഞെട്ടലോടെയാണെങ്കിലും ജ്വാല ആ വാക്കുകൾക്ക് വില കൽപ്പിച്ചില്ല. ചെറിയമ്മ ഇപ്പൊ കയ്യിൽ നിന്ന് വിട്, എനിക്ക് പോണം. പൊയ്ക്കോ, പണത്തിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം എടുത്തിട്ട് നീ പൊയ്ക്കോ. എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നും അത്രയും തുകയൊന്നും വാങ്ങി നിങ്ങൾക്ക് നൽകാനാവില്ല. ശരി, അത്രയും വേണ്ട, ഒരു 10 കിലോ. ചെറിയമ്മ എന്തൊക്കെയാ പറയുന്നത്? അതൊന്നും നടക്കുന്ന കാര്യമല്ല. ഇന്നലെ കൊണ്ടുപോയവന്റെ കയ്യിൽ നിന്നും എങ്ങനെയാണ് ഞാൻ അത്രയും തുക വാങ്ങുന്നത്? അതും ഒറ്റ രാത്രി കൊണ്ട് എനിക്ക് എങ്ങനെ മനസ്സിലാകും അത് പണക്കാരനാണോ അല്ലയോ എന്ന്? പണക്കാരനല്ലാതെയാണോടി ഇതുപോലുള്ള ബോഡി ഗാർഡ്സിനെയെല്ലാം നിന്റെ കൂടെ വിടുന്നത്? ചെറിയമ്മ ഇനി തല കുത്തി നിന്നാലും എനിക്ക് ഈ കാര്യം ചെയ്യാനാവില്ല. വേണ്ട, നീയൊന്നും ചെയ്യണ്ട. ആ പുറത്തു നിൽക്കുന്നവന്മാരോട് പറഞ്ഞ അവന്മാരെന്തെങ്കിലും വഴി ഉണ്ടാക്കിക്കോളും. അതും പറഞ്ഞുകൊണ്ട് നാണമില്ലാതെ പത്മ രവീന്ദ്രന്റെ അടുത്തേക്ക് നടന്നു. ദേ നോക്ക്, ഇത്രയും കാലം ഞങ്ങൾ ഇവളെ നോക്കിയതിനും അവളുടെ പഠിപ്പിനുമായി ഒരുപാട് പണം ഞങ്ങൾക്ക് ചെലവായി. അതുകൊണ്ട് അതെല്ലാം നിങ്ങൾ നൽകണം. അങ്ങനെ മാഡത്തിന് വേണ്ടി പണം ചെലവാക്കിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അത് ഞങ്ങളുടെ ബോസ് തന്നിരിക്കും. എത്രയാണെന്ന് വെച്ചാൽ കണക്ക് കൂട്ടി ഈ നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി. അതും പറഞ്ഞുകൊണ്ട് രവീന്ദ്രൻ കയ്യിലിരുന്ന കാർഡ് പത്മയ്ക്ക് നേരെ നീട്ടി. മനസ്സിൽ ഒരു ലഡ് പൊട്ടിയതുപോലെയായിരുന്നു പത്മയ്ക്ക്. കണക്കില്ലാത്ത പണം കൂട്ടി ചേർക്കാമെന്ന് ആ ഒരൊറ്റ നിമിഷം അവൾ ചിന്തിച്ചു. എങ്കിൽ ഇപ്പോൾ മാഡത്തെ ഞങ്ങൾ കൊണ്ടുപോവുകയാണ്. നിങ്ങൾ കണക്ക് പോലെ തന്നെ ഈ വാട്സപ്പിലേക്ക് അയച്ചാൽ മതി. പണം 48 മണിക്കൂറിനുള്ളിൽ നിങ്ങളുടെ അക്കൗണ്ടിൽ എത്തിയിരിക്കും. അല്പനേരം കഴിഞ്ഞ് ഫ്ലാറ്റിലേക്ക് എത്തിയ രവീന്ദ്രൻ ജ്വാല അഭിമുഖമായി ഇരുന്നു. മുന്നിൽ ലാപ്ടോപ്പ് ഓൺ ചെയ്ത് അഗ്നിയുമായി വീഡിയോ കോൾ കണക്ട് ചെയ്തിരുന്നു. അവന്റെ മുഖത്തെ മാസ്ക് ഇന്നും ഉണ്ടായിരുന്നു. സാർ, അവിടെ വലിയ പ്രശ്നമായിരുന്നു. മാഡത്തിന് ചിലവാക്കിയ പണമെല്ലാം അവർക്ക് കണക്ക് സഹിതം കിട്ടണോ എന്നാണ് പറയുന്നത്. ഞാൻ നമ്മുടെ കാർഡ് കൊടുത്തിട്ടുണ്ട്. എത്രയാണെന്ന് വെച്ചാൽ അവര് പറയട്ടെ, നമുക്കത് സാങ്ഷൻ ചെയ്ത് കൊടുക്കാമല്ലോ സാർ. തീർച്ചയായും. ഇവൾ കാരണം അവർക്കുണ്ടായ ബാധ്യതയെല്ലാം ഞാൻ തീർക്കുന്നതായിരിക്കും. രവീന്ദ്രൻ ഒന്ന് മാറി നിന്നിരുന്നെങ്കിൽ എനിക്ക് അവളോട് അല്പം സംസാരിക്കാമായിരുന്നു. ഓ, തീർച്ചയായും. രവീന്ദ്രൻ പുറത്തേക്ക് ഇറങ്ങിയതും ജ്വാല ലാപ്ടോപ്പ് അവൾക്ക് നേരെ തിരിച്ചു. എടുക്കാനുള്ളതെല്ലാം എടുത്തില്ലേ? ഇനി അങ്ങോട്ടേക്ക് വീണ്ടും പോകേണ്ട ആവശ്യമുണ്ടാവില്ലല്ലോ അല്ലേ? ഇല്ല, ഞാൻ എല്ലാം എടുത്തു. ഇന്നലെ രാത്രി ഉറങ്ങിയിട്ടില്ല അല്ലേ? അഗ്നി ചോദിക്കുന്നത് കേട്ടതും അവൾ അവനെ തന്നെ ഒന്ന് നോക്കി. അത് നിങ്ങൾക്കെങ്ങനെ മനസ്സിലായി? ഞാനെല്ലാം കണ്ടു. എങ്ങനെ? അവിടെ മുഴുവൻ CCTV ക്യാമറകളുണ്ട്. സാർ, എന്തൊക്കെയാ പറയുന്നത്? എല്ലായിടത്തും എന്ന് വെച്ചാൽ എല്ലായിടത്തും. താൻ പേടിക്കണ്ട, ഹാളിലേത് മാത്രമേ ഞാൻ നോക്കിയിട്ടുള്ളൂ. അവളുടെ മുഖത്ത് നേരിയ ഭയം കണ്ടെന്നോണം അവൻ പറഞ്ഞു. അല്ല, ഇനി എന്താ നെക്സ്റ്റ് പ്ലാൻ? അത് പിന്നെ ഒരു ജോബ് എങ്ങനെയെങ്കിലും സെറ്റ് ചെയ്യണം. ജോബ് എന്ന് വെച്ചാൽ താൻ ഏതുവരെ പഠിച്ചു? BBA. ആഹാ, കൊള്ളാലോ. എന്നിട്ട് ജോബിനെങ്ങനെ അപ്ലൈ ചെയ്യാനാണ്? എവിടെ നിന്നെങ്കിലും ഇന്റർവ്യൂവിന് വിളിച്ചിട്ടുണ്ടോ? ഇല്ല, ഞാൻ അന്വേഷിക്കാമെന്ന് വിചാരിക്കുന്നു. തുടർന്ന് പഠിക്കാൻ ആഗ്രഹമില്ലാഞ്ഞിട്ടാണോ? MCOM MBA അങ്ങനെ വല്ലതും ട്രൈ ചെയ്തുകൂടെ? ഒരു ജോലിയൊക്കെ കിട്ടി ഡിസ്റ്റൻസായി ചെയ്യാമെന്ന് വിചാരിക്കുന്നു. തനിക്ക് വേണമെങ്കിൽ പഠിക്കാനുള്ള സൗകര്യങ്ങളെല്ലാം ഞാൻ ചെയ്തു തരാം. ഇല്ല, വേണ്ട. എന്നെ ഒരുപാട് ഇപ്പം തന്നെ സഹായിച്ചു. അത് തന്നെ ധാരാളം. ഞാൻ തന്നെ ഇതുവരെ സഹായിച്ചിട്ടില്ല. ആര് പറഞ്ഞു? ഈ താലി തന്നെ എൻ്റെ ജീവിതത്തിലേക്ക് എനിക്ക് കിട്ടാവുന്നതിലും ഏറ്റവും വലിയ സഹായമാണ്. എന്നിട്ട് MCOM ഒന്നും വേണ്ട എന്നാണ് പറയുന്നത് അല്ലേ? അങ്ങനെയല്ല. ഇയാളെ ബുദ്ധിമുട്ടിക്കാതെ സ്വന്തം കാലിൽ നിന്നുകൊണ്ട് ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. അതിനാദ്യം ഒരു ജോലി നോക്കണം. അതിന് ഞാൻ സഹായിക്കണോ? അഗ്നി തിരക്കി. ഒന്നും വേണ്ട, ആവശ്യമുള്ളപ്പോൾ ഞാൻ പറഞ്ഞോളാം. ശരി, തൻ്റെ ഇഷ്ടം പോലെ ആവട്ടെ. എന്ത് സഹായം വേണമെങ്കിലും ചോദിക്കാൻ മടിക്കണ്ട. എനിക്ക് പറ്റുന്നത് പോലെയെല്ലാം ഞാൻ ചെയ്തു തരാം. ഞാനിപ്പോൾ ഒരു കാര്യം പറഞ്ഞാൽ ചെയ്തു തരുമോ? ഇല്ല, അഗ്നി പെട്ടെന്ന് തന്നെ പറഞ്ഞു. കാര്യം മനസ്സിലായി അല്ലേ? ജ്വാല ഒരു ചിരിയോടെ ചോദിച്ചു. നിനക്കിനി ആകെ എന്നിൽ നിന്നും കിട്ടേണ്ടത് ഈ മുഖം മാത്രമാണെന്ന് എനിക്ക് നല്ല വ്യക്തമായി അറിയാം. അഗ്നി പറഞ്ഞു. ശരി, ഞാൻ കാത്തിരുന്നോളാം. അവളും ഒരു ചിരിയോടെ പറഞ്ഞു. പഠനത്തിനൊക്കെ ഒരുപാട് കാശായില്ലേ? ഇല്ല, എനിക്ക് സ്കോളർഷിപ്പ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് പഠനത്തിന് ഫീസും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ നിന്റെ എന്ത് ചെലവിനെ കുറിച്ചാണ് ചെറിയമ്മ പറഞ്ഞിരുന്നത്? ചെറിയമ്മ ചോദിക്കുന്ന പണം ഒരിക്കലും എനിക്ക് ചിലവാക്കിയ പണമല്ല. ദീപ്തയ്ക്ക് വേണ്ടി ചിലവാക്കിയ പണമാണ്. ആ വീട്ടിലെ അവൾ ഉപയോഗിച്ചതേ ഞാൻ ഉപയോഗിച്ചിട്ടുള്ളൂ. അവര് കഴിച്ചതിന് അവസാനം മാത്രമേ ഞാൻ കഴിച്ചിട്ടുള്ളൂ. എനിക്കൊന്നും പറഞ്ഞ് ആ വീട്ടിൽ ഇതുവരെ ഒരു കാര്യവും ചിലവുകൾ ഉണ്ടായിട്ടില്ല. ഇപ്പോൾ കടം കയറിയിരിക്കുന്നത് ദീപ്തയുടെ പഠനത്തിനെടുത്ത പണമാണ്. അല്ലാതെ ആ പണത്തിൽ ഒരു രൂപ പോലും എനിക്ക് വേണ്ടി എടുത്തതല്ല. അപ്പോൾ താൻ പറ, ഞാൻ എത്ര കൊടുക്കണമെന്ന്? എനിക്കറിയില്ല. ഞാൻ പറയുമ്പോൾ കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത്.
അതെന്താടോ അങ്ങനെ? കൊടുത്ത വീണ്ടും വീണ്ടും ചോദിക്കും. ചെറിയമ്മയുടെ സ്വഭാവം അങ്ങനെയാണ്. ആ അണ്ണാച്ചിയുടെ കടം വീട്ടണ്ടേ? അവളൊന്നും മിണ്ടിയില്ല. താൻ പറയുവാണെങ്കിൽ ആ പണം ഞാൻ ഇപ്പോൾ തന്നെ കൊടുത്ത് സെറ്റിൽ ചെയ്യാം, അഗ്നി പറഞ്ഞു. അത്രയും പണമൊന്നും കൊടുക്കണ്ട. മനസ്സിൽ ഒരു 100 തവണ ആ പണം കൊടുത്ത് വീട്ടാൻ അവൾ പറയുന്നുണ്ടെങ്കിലും അവനോട് ആ പണം കൊടുക്കാൻ പറയാൻ അവൾക്ക് വല്ലായ്മ തോന്നി. എത്രയുണ്ട് കൊടുക്കാൻ? 12 ആണെന്ന് തോന്നുന്നു. അത്രയല്ലേ ഉള്ളൂ, ഞാൻ കൊടുത്തോളാം. ഇനി അതോർത്ത് താൻ ടെൻഷൻ അടിക്കണ്ട. അവളൊന്ന് മൂളി. തനിക്ക് വേറെന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ല. എന്നാ ഞാൻ വെച്ചേക്കട്ടെ. അത് പിന്നെ ഒരു കാര്യം ചോദിക്കാനുണ്ട്. എന്താ? ആ പേരെങ്കിലും ഒന്ന് പറയുമോ? പേര് പറയില്ല, വേണമെങ്കിൽ ഒരു ക്ലൂ തരാം. ശരി, എങ്കിൽ പറ. നിന്റെ പേരിനോട് ഏറെ സാമ്യമുള്ള ഒരു പേരാ. എൻ്റെ പേരിനോടോ? ഒരുപാട് സാമ്യമുള്ള പേര്. അതും പറഞ്ഞുകൊണ്ട് അഗ്നി കോൾ കട്ട് ചെയ്തു. എൻ്റെ പേരിനോട് സാമ്യമുള്ള പേരോ? അവളൊന്ന് ചിന്തിച്ചു. കണ്ടുപിടിക്കാം. അന്ന് രാത്രി ആഹാരം കഴിപ്പെല്ലാം കഴിഞ്ഞ് ജ്വാല ഹാളിലേക്ക് വന്നിരുന്നു. അതിന് പിന്നിൽ മറ്റൊരു ലക്ഷ്യം കൂടി ഉണ്ടായിരുന്നു. അഗ്നി കാണുമെന്ന ലക്ഷ്യം. അവൾ CCTV ക്യാമറയ്ക്ക് അഭിമുഖമായിരുന്നു. അല്പനേരം അതിലേക്ക് തന്നെ നോക്കിയിരുന്നു. ഇതേ സമയം അഗ്നി ലാപ്പിൽ ആ CCTV വിഷ്വൽ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. CCTV ചലിക്കുന്നത് കണ്ടതുകൊണ്ട് തന്നെ ജ്വാല ഹാളിലേക്ക് വന്നിരുന്നു. അവൾ കയ്യിൽ വെച്ചിരുന്ന ബുക്കും പേനയും എടുത്ത് എഴുതാൻ തുടങ്ങി. അതിനിടയിൽ അവളുടെ പേരുടെ സാമ്യമുള്ള പേരുകൾ എഴുതാൻ തുടങ്ങി. എഴുതി അവൾ 10-20 പേരുകൾ സാമ്യമുള്ളതായി എഴുതി. ഇനി ഇതിലേതെങ്കിലും? അവൾ നഖം കടിച്ചുകൊണ്ട് CCTVയിലേക്ക് നോക്കി ചോദിച്ചു. നഖം കടിക്കല്ലേ? പെട്ടെന്ന് CCTVയിൽ നിന്നും വോയിസ് കേട്ടു. അവൾ വായിലിട്ട വിരൽ പെട്ടെന്ന് താഴേക്ക് വലിച്ചിട്ടു. ഞാനൊരു 20 പേരുകൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. പറഞ്ഞാല് ഏതാണെന്ന് പറയുമോ? നോ. തുടരും.